ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. അതിനായി ആദ്യം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. 1 കിലോ ചിക്കനാണ്. ആദ്യം ഉപ്പിടുക, പിന്നെ 1 സ്പൂൺ മുളക് പൊടി ഇടുക, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഇത് ചിക്കൻ മസാലയാണ് 1 ടീസ്പൂൺ. ഒക്കെ കൂടെ നന്നായി തിരുമ്മി യോജിപ്പിക്കുക. എന്നിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഈ കറിക്ക് വേണ്ടി 1 സവാള, 1 തക്കാളി, ഒരു 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില മാത്രം മതി. പിന്നെ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സ്പൈസസും ഇത്തിരി ഇടുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മളൊരു പാൻ എടുത്ത് ചൂടാക്കും. ചൂടായി വരുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. പിന്നെ 1 ബേ ലീഫ് ഇടും, പിന്നെ 1 കഷ്ണം പട്ട, പിന്നെ 1 കഷ്ണം തക്കോലം, 3 ഗ്രാമ്പു, 3 ഏലക്ക, പിന്നെ കുറച്ച് കുരുമുളക്. ഇതൊക്കെ വഴറ്റി നല്ല മണം വരുമ്പോൾ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യും. എന്നിട്ട് കുറച്ച് നേരം വഴറ്റുക. ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. പച്ചമുളകൊക്കെ മാറി പച്ചമുളകിൻ്റെ. ഇനി നമുക്ക് സവാള ആഡ് ചെയ്യാം, കുറച്ച് വെച്ച്. ഇനി സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂൺ ഉപ്പ് ചേർക്കും. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം, ബ്രൗൺ ആവുന്ന വരെ. ഇപ്പോൾ ബ്രൗൺ ആയി സവാള. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർക്കണം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ വഴറ്റണം, നല്ല മൂപ്പിക്കണം. എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഇതും നന്നായിട്ട് വഴറ്റുക. ഇനി നമുക്ക് 1 സ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റുക, നന്നായിട്ട് മൂപ്പിക്കുക. ഇപ്പം മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ചിക്കനും കൂട്ടിയിട്ട് നല്ലോണം ഇളക്കുക. അപ്പോൾ മസാല എല്ലായിടത്തും പിടിക്കും. ഇനി 1/4 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക, നന്നായിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കണം.
20 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ കറി റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി. എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.